അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സുഹൃത്തുക്കളെ, ചെറിയൊരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. വെക്കേഷനൊക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ വെക്കേഷൻ പ്രമാണിച്ചുകൊണ്ട് നമ്മളിൽ പലരും നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമുള്ള പല മക്കാമുകളിലേക്കും സിയാറത്തിന് പോകുന്ന ഒരു സമയമാണ്. സിയാറത്ത് ചെയ്യൽ നല്ല കാര്യമൊക്കെ തന്നെയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സിയാറത്ത് ചെയ്യൽ സുന്നത്തും സ്ത്രീകൾക്ക് സിയാറത്ത് അനുവദനീയവുമാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 വഖത്ത് ഫർള് നിസ്കാരം അത് നിർബന്ധമാണ്. ആ ഫർള് നിസ്കാരങ്ങൾ പോലും കൃത്യനിഷ്ഠതയോടെ നിർവഹിക്കാത്ത എത്ര ആളുകളാണ് സിയാറത്തിന് പോകുന്നത്. എന്തിനേറെ സിയാറത്തിൻ്റെ യാത്രയിൽ പോലും നിസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്ന എത്ര ആളുകളാണ്. എന്താണ് ഇതിൻ്റെ ആവശ്യം? ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്? കാരണം 5 വഖത്ത് ഫർള് നിസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നവന് ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു കൊടുക്കുന്ന 6 ശിക്ഷകളുണ്ട്. അതിൽപ്പെട്ട ഒരു ശിക്ഷയാണ് അവൻ ചെയ്യുന്ന നിസ്കാരം ഉപേക്ഷിച്ച് അവൻ ചെയ്യുന്ന ഒരു അമലുകളും അള്ളാഹു സ്വീകരിക്കുകയില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? അതുപോലെ തന്നെ കുറേ സംഘടനാ പ്രവർത്തകർ, ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, അങ്ങനെയും ചില ആളുകളുണ്ട്. നിസ്കാരമൊന്നും ഉണ്ടാകത്തില്ല, എന്നാൽ സംഘടനാ പ്രവർത്തനത്തിന് ഒരു കുറവും ഉണ്ടാകത്തില്ല. എന്താണ് ഇതിൻ്റെ ആവശ്യം? നിങ്ങൾ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രഹസനങ്ങളൊക്കെ കാണിക്കുന്നത്? ഇതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടം എന്താണ്? കാരണം നിസ്കാരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, അള്ളാഹു ഫറലാക്കിയ നിസ്കാരങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ അമലുകൾ ചെയ്താലും ആ അമലുകളൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിർവഹിക്കുന്നത്? അതുപോലെ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, ഒരു അന്യപുരുഷൻ്റെ മുന്നിൽ ഒരു സ്ത്രീക്ക് അവരുടെ ശരീരം മുഴുവനും ഔറത്താണ്. ആ ഔറത്ത് പോലും പൂർണ്ണമായും മറയ്ക്കാൻ കഴിയാത്ത നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് സിയാറത്ത് ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർ അള്ളാഹുവിൻ്റെ തൃപ്തിയെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിച്ചു പോയവരാണ്. അങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ഔലിയാക്കളുടെ മുന്നിലേക്ക് നിങ്ങളിങ്ങനെ ഔറത്തും തുറന്നിട്ട് പോകുന്നത് അവരെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പൂർണ്ണമായ അദബോടുകൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ നിസ്കാരങ്ങൾ, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, അതിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുകയും അതോടൊപ്പം ഇതുപോലെയുള്ള സൽപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ മാധുര്യത ലഭിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല കാര്യങ്ങൾ അറിയുവാനും അതറിഞ്ഞ് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.